ബ്രണ്ണൻ കോളേജിൽ നടക്കുന്ന കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കലാരൂപങ്ങളും കലാമത്സരങ്ങളും അതിലൂടെ പുറത്തുവരുന്ന ആശയങ്ങളുമെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന കാലത്തിലൂടെയാണ് നമ്മുടെ നാടും ലോകവും നീങ്ങുന്നതെന്ന് പറഞ്ഞ മന്ത്രി കലാപരിപാടികൾ നേരിട്ട് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയും അനുഭവവും ഉദ്ഘാടന വേളയിൽ പങ്കുവച്ചു. ലോകത്തെ ഏറ്റവും ബൃഹത്തായ കലോത്സവങ്ങളും കലാമത്സരങ്ങളും നടക്കുന്ന കലാമാമാങ്കങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് അഭിമാനത്തോടെ പറയാം. അത് മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിലെ സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന അത്രയും അംഗസംഖ്യയുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന അത്തരം വിപുലമായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മത്സരങ്ങൾ ലോകത്ത് കുറവായിരിക്കും. ബാക്കി മത്സരങ്ങളുണ്ടാവും, പക്ഷേ ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വിപുലമായ പരിപാടികൾ നമ്മുടെ സർവകലാശാല യൂണിയനുകളും ഓരോ സർവകലാശാലയുടെയും സ്വഭാവം അനുസരിച്ച് ആ തരത്തിലാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ സോണൽ മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് മത്സരത്തിലേക്ക് എത്തുന്നത്. കണ്ണൂരിൽ സോണൽ മത്സരങ്ങളില്ല. പക്ഷേ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ സർഗാത്മകമായ നൈസർഗികമായ കഴിവുകൾ മാറ്റുരയ്ക്കുന്ന വേദികളായിട്ട് ഈ വേദികൾ മാറും. സ്റ്റേജിലേക്ക് കയറിയാൽ, ജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്നാൽ അവരുടെ വ്യക്തിത്വം മറ്റൊരു വ്യക്തിത്വമായി മാറി കലയിൽ ആ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും അതിനകത്തേക്ക് ലയിപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഉജ്ജ്വലമായ പെർഫോമൻസുകളുടെ വേദിയാണ് നമ്മുടെ ഇത്തരം വേദികൾ. കണ്ണൂർ സർവകലാശാല യൂണിയൻ ചെയർമാൻ കെ സാരംഗ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ എൻ കെ രവി, സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ, ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബുരാജ്, സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ എ അശോകൻ, ഡോക്ടർ രവി രാഘവൻ, ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ, പ്രമോദ് വെള്ളച്ചാൽ, സംഘാടക സമിതി കൺവീനർ വൈഷ്ണവ് മഹീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. CNC ഹെൽത്ത് പഴയങ്ങാടി കണ്ണൂർ.